टच किया सनोज मिश्रा ने, और वहाँ मैंने मेरी फैमिली वालों को बोला कि मुझे सनोज मिश्रा ने टच किया। मेरी फैमिली ने वहाँ मेरा साथ नहीं दिया। मुझे पता है कि मुझ पे क्या बीती है क्या नहीं। मेरे साथ अन्याय हुआ है, मुझे सिर्फ और सिर्फ इंसाफ चाहिए। सनोज मिश्रा ने मुझे 2 बार टच किया और वहाँ मैंने मेरी पूरी फैमिली को बोला नहीं नहीं आपकी पहली मूवी है, क्या पहली मूवी के लिए मुझसे रेप करवाओगे? നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ മോണോലിസ ഭോസ്ലെ, സംവിധായകൻ സനോജ് മിശ്ര എന്നിവരുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളെ ആസ്പദമാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ധാരാളം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് മോണോലിസ ഭോസ്ലെ. കുംഭമേളയിലെ ആ പാവം പെൺകുട്ടിയിൽ നിന്നും വിവാദങ്ങളുടെ നായികയിലേക്കുള്ള അവളുടെ മാറ്റം നമ്മളെല്ലാം തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको कास्ट कर रहा हूँ, तो मैं इनसे मिलने के लिए प्रयागराज भी गया था और आज इनके गांव आया हुआ हूँ महेश्वर. और आज इनके എന്നാൽ കഴിഞ്ഞ ദിവസം അവൾ നടത്തിയ പത്രസമ്മേളനം കേട്ടിട്ട് പലരും ഞെട്ടിയിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? അതായത് സംവിധായകൻ സനോജ് മിശ്ര തന്നെ പീഡിപ്പിച്ചു എന്നും തൻ്റെ ശരീരം ഒരു 10 തവണയെങ്കിലും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുമൊക്കെയാണ് ഇവൾ പറയുന്നത്. ഇത് വെറും ഒരു ആരോപണമാണോ അതോ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ചതിയുണ്ടോ? നമുക്ക് ഇന്ന് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഈ കഥയുടെ തുടക്കം ഒന്ന് ഓർക്കാം. 2025 തുടക്കത്തിലാണ് കുംഭമേളയിൽ തെരുവ് കച്ചവടം നടത്തിയിരുന്ന മോണോലിസയുടെ ചിത്രം വൈറലാകുന്നത്. ഉടനെ തന്നെ സിനിമയിലേക്കുള്ള വാഗ്ദാനങ്ങളും എത്തി. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഷോറൂം ഉദ്ഘാടനത്തിനായിട്ട് അവൾ കേരളത്തിലെത്തിയപ്പോഴേക്കും വലിയ സ്വീകരണമായിരുന്നു അന്ന് കിട്ടിയത്. അത് എല്ലാവർക്കും ഓർമ്മ കാണും. എന്നാൽ അന്ന് അവൾക്കൊപ്പം നിഴൽ പോലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതാണ് സംവിധായകൻ സനോജ് മിശ്ര. ഇയാളുടെ കെയർ ഓഫിലായിരുന്നു മോണോലിസയുടെ എല്ലാ ചലനങ്ങളും. അന്ന് നമ്മൾ കണ്ടത് ഒരു ഗാർഡിയനെ പോലെ കൂടെ നിൽക്കുന്ന സനോജിനെയാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു മുഖമുണ്ടായിരുന്നു. ഇത് ആരെങ്കിലും അന്ന് കരുതിയ കാര്യമാണോ? और कुछ एक्टिंग सीख रही हूँ, पढ़ाई सीख रही हूँ. आप जैसा सोच रहे वैसा कुछ भी नहीं है. और मेरे साथ में मेरी बहन, मेरे बड़े पापा भी है. देखो मेरी बहन है, मेरे बड़े पापा है. ऐसा कुछ नहीं है सर, जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर. बहुत बढ़िया है, हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं, सब कर रहे हैं ऐसे कुछ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമോ എന്നറിയില്ല, മോണോലിസ കേരളത്തിൽ വന്ന ആ ഒരു സമയം. അന്ന് സനോജ് മിശ്രയെ കണ്ടപ്പോഴേക്കും നിങ്ങൾക്കും ഒരു രക്ഷകനായിട്ടാണോ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ മോണോലിസയുടെ അച്ഛൻ പോലും അന്ന് പറഞ്ഞത് സനോജ് മിശ്ര ഒരു അച്ഛനെ പോലെയാണെന്നാണ്. എന്നാൽ വെറും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സനോജ് മിശ്രയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം കേട്ടാൽ നിങ്ങളും ഞെട്ടും. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയെ 3 തവണ അബോർഷൻ ചെയ്യിപ്പിച്ചു എന്നതായിരുന്നു കേസ്. ലിവ് ഇൻ റിലേഷൻഷിപ്പുകളിൽ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ച ഒരു വ്യക്തിയുടെ അടുത്താണ് മോണോലിസയും അവളുടെ കുടുംബവും അകപ്പെട്ടു പോയത്. आज तक जैसे लोग न्यूज में झूठी खबरें फैला रहे हैं, ये सब झूठी बातें मैंने खुद देखा है. सनोज मिश्रा बहुत इज्जतदार है, बहुत अच्छे है. उनका सौभाग्य बहुत अच्छा है, मुझे अच्छा लगा. ओके, नमस्कार. ഒരു 16 വയസ്സുകാരി
തെരുവിലാണ് ആ പെൺകുട്ടി ജീവിച്ചത്. അങ്ങനെ മാല കച്ചവടം ചെയ്യാൻ വേണ്ടി കുംഭമേളയിൽ എത്തുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കി ഒടുക്കം ബോബി ചെമ്മണ്ണൂർ തന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ മലയാളികളുടെ ഇടയിൽ ആ പെൺകുട്ടി സുപരിചിതയാകുകയും ചെയ്തു. അപ്പോഴാണ് മലയാളികളെല്ലാം ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുകയും ആ പെൺകുട്ടിയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയെ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി സംവിധായകൻ സിനിമയിലേക്ക് എടുത്തു എന്നുള്ള വാർത്ത അറിയുന്നത്. തെരുവിൽ മാല വിറ്റോട് നടക്കുന്ന ഒരു കുടുംബം, ദാരിദ്ര്യത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്, അവിടുത്തെ 16 ഇങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും സന്തോഷമാക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ ആളുകളും ആ പെൺകുട്ടിക്ക് ആശംസ അറിയിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരെ ബോംബെയിലേക്ക് ഈ സനോജ് കുമാർ മിശ്ര കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒരുപാട് ആക്ടിംഗ് സ്കൂളിലും ഒക്കെ ചേർത്ത് ഈ പെൺകുട്ടി പഠിപ്പിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായി. അതായത് ഈ കുടുംബത്തെ മൊത്തമായിട്ട് ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ സംവിധായകൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധായകൻ അത്ര നല്ല സ്വഭാവക്കാരനല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും അങ്ങനെ ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ഈ സംവിധായകൻ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വിവാദപരമായിട്ടുള്ള ഒരു ഒളിച്ചോട്ടവും ലവ് ജിഹാദ് ആരോപണവും ഒക്കെ എന്ന അതിൻ്റെ പിറകിൽ ഇവർ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കഥ മാറുന്നത്. സനോജിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും രക്ഷപ്പെടാനാണോ മോണോലിസ ഫർമാൻ ഖാൻ എന്ന യുവാവിനോടൊപ്പം കേരളത്തിലേക്ക് ഒളിച്ചോടിയത്? അവൾക്ക് 18 വയസ്സ് തികഞ്ഞോ ഇല്ലയോ എന്നതിൻ്റെ തർക്കം ഒരു ഭാഗത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ സനോജ് മിശ്ര ഈ വിഷയത്തെ ലവ് ജിഹാദ് എന്ന രീതിയിൽ ചിത്രീകരിക്കുവാനാണ് ശ്രമിച്ചത്. സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഈ സംവിധായകൻ പീഡന കേസിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നുള്ളതാണ്. പീഡന കേസിൽ ഈ സംവിധായകൻ അറസ്റ്റ് ആയതുകൊണ്ട് മൊണാലിസയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. കുഴപ്പമുണ്ട്. അതായത് ഈ പെൺകുട്ടി വൈറലായി, ഈ പെൺകുട്ടിയുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്ന് ഈ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാ ആളുകളും ഈ പെൺകുട്ടിയും കുടുംബം രക്ഷപ്പെടണം. അതിനുള്ള ഏക മാർഗ്ഗം ഈ പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ച് പോപ്പുലറാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സനോജ് കുമാർ മിശ്രയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ സംവിധായകൻ ഇങ്ങനെ പീഡന കേസിൽ അറസ്റ്റ് ആകുന്നത്. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ഭാവി ഒരു വിധത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമുക്ക് ഈ ഒരു സംവിധായകനെ ഇങ്ങനെ പീഡന കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഡൽഹി പോലീസ് പറയുന്ന കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിനെ തുടർന്ന് ഈ മുന്നോട്ടുള്ള കാര്യത്തിൽ ഈ മൊണാലിസയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സംവിധായകന്റെ ഈ പീഡന കേസിനെ കുറിച്ച് ഡൽഹി പോലീസ് പറയുന്നത് ഇദ്ദേഹം 2020 ഉത്തർപ്രദേശിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. അന്ന് ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം ടിക്ടോക്ക് വഴി പരിചയപ്പെടുകയും ഈ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സൗഹൃദത്തിലാകുകയും സിനിമയിൽ അവസരം നൽകാം എന്നുള്ള വാഗ്ദാനം ഈ പെൺകുട്ടിക്ക് നൽകുകയും അങ്ങനെ ഈ പെൺകുട്ടിയെ ഉത്തർപ്രദേശിലേക്ക് വിളിപ്പിച്ച് അവിടെ റിസോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന് ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുകയും അങ്ങനെ ഏകദേശം ഒരു 3 തവണ ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്ന് ഈ പെൺകുട്ടി ആരോപണത്തിൽ പറയുന്നുണ്ട്. 25 ജനുവരിയിൽ ഇവരുടെ ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയും അങ്ങനെയാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. നൽകാമെന്ന് അദ്ദേഹം ഇങ്ങനെ വാഗ്ദാനങ്ങൾ ധാരാളമായിട്ട് നൽകിയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവരുന്നത്. തൻ്റെ സിനിമ മുടക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നും ഒക്കെ ഇയാൾ ആരോപിച്ചു. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 1.5 വർഷമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമ ഇതുവരെ പുറത്തിറങ്ങാത്തത്? എന്താ ഇതൊരു ഉടായിപ്പ് സിനിമയാണോ എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതുകൂടാതെ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ അനവധി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും തന്നെ അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് വിളിപ്പിച്ച് പീഡിപ്പിച്ചത് എന്ന് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ ഈ പെൺകുട്ടി അബോർഷൻ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ പോലീസുകാരുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് അത് മുൻകൈയെടുത്ത് ചെയ്യിപ്പിച്ചത് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ കോടതിയിൽ ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായി കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത്. പിന്നെ മോണോലിസ പറയുന്നത് തൻ്റെ കുടുംബത്തോടും ഈ പീഡന വിവരം പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യത്തെ സിനിമയല്ലേ, ഇതൊന്ന് ക്ഷമിച്ചേക്ക് എന്നായിരുന്നു അത്രേ അവരുടെ മറുപടി. എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ് ഇത്. തൻ്റെ ജീവിതം തകർക്കുന്ന ഒരാളിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ കണ്ട ഏക വഴി ആ ഒളിച്ചോട്ടമായിരുന്നു. ഇവിടെ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്, സിനിമ എന്ന മോഹം നൽകി പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്ന സനോജ് മിശ്രയെ പോലെയുള്ളവർ ഇനിയും ഉണ്ടാകില്ലേ? അകത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി പോലീസ് നീങ്ങിയത്. ഈ സംവിധായകന്റെ 2 സിനിമകൾ നിർമ്മിച്ച ജിതേന്ദ്ര നാരായണ മിശ്ര അതുപോലെ തന്നെ വാസി റസിക്കി എന്ന് പറയുന്ന 2 നിർമ്മാതാക്കൾ അവരവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 2 വീഡിയോകൾ പങ്കുവച്ചിരുന്നു. അത് ഈ മൊണാലിസ ബോസ്ലെയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഈ സംവിധായകൻ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അവർ രണ്ടുപേരും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പറഞ്ഞത്. അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്. ഒരുപാട് പെൺകുട്ടികളെ ഇദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ബോംബെയിൽ എത്തിച്ച് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അതുപോലെ സെറ്റിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തെ ഇദ്ദേഹം കൊണ്ടുവന്ന് വലിയ കെണിയിൽ കൊണ്ടുവന്ന് ചാടിക്കും എന്നുള്ള രീതിയിൽ ഈ 2 നിർമ്മാതാക്കൾ ആരോപണം ഉന്നയിക്കും. അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും വലിയ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ സംവിധായകൻ ഇവർക്ക് 2 പേർക്കുമെതിരെ ഡൽഹി പോലീസിലും അതുപോലെ തന്നെ മുംബൈ പോലീസിലും പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് ബോബി ചെമ്മണ്ണൂർ ഈ പെൺകുട്ടിയെ കട ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിൽ എത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിയെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നതും ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതും എല്ലാം ഇദ്ദേഹമാണ്. നമ്മൾ കണ്ടതാണ് വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, ഇദ്ദേഹം ഇങ്ങനെ കുടുംബത്തെ മൊത്തമായിട്ട് ട്രാപ്പ് ചെയ്ത് ഈ പെൺകുട്ടിയെ ഈ കുടുംബത്തെയും. അതുപോലെ മോണോലിസയുടെ ഒളിച്ചോട്ടം വെറും ഒരു പ്രണയമായിരുന്നോ അതോ ഒരു സുരക്ഷിതമായിട്ടുള്ള താവളം തേടിയിട്ടുള്ള യാത്രയായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും കൂടി തരാനായിട്ട് മറന്നേക്കരുത്. കാരണം കാര്യങ്ങളുടെ
സത്യാവസ്ഥ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ നിയന്ത്രണത്തിലായിരുന്ന കുടുംബം സനോജ് മിശ്ര മോണോലിസയെ മാത്രമല്ല അവളുടെ ദരിദ്രരായ മാതാപിതാക്കളെയും പൂർണ്ണമായിട്ടും തൻ്റെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. അവർക്കൊരു ഗാർഡിയൻ എന്ന നിലയിൽ സനോജിനെ അന്ധമായിട്ട് വിശ്വസിക്കേണ്ടിയും വന്നു. അവിടെ ആക്ടിംഗ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് ഹോട്ടലൊക്കെ എടുത്തുകൊണ്ട് ആ പെൺകുട്ടി അവിടെ താമസിപ്പിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് പെൺകുട്ടിയുമായിട്ട് നേപ്പാൾ സന്ദർശിക്കുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിരുന്നു. ഈ പെൺകുട്ടി എവിടെ പോകുന്നുണ്ട്, ഏതൊക്കെ ഉദ്ഘാടനങ്ങളിൽ പോകുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സംവിധാനമാണ്. അതായത് പൂർണ്ണമായിട്ട് ഈ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഇദ്ദേഹം ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിക്ക് ഏതൊക്കെ വിധത്തിലുള്ള പ്രസിദ്ധി ഉണ്ടാകുന്നുണ്ട് ആ പ്രസിദ്ധിയുടെ ഒരു അംശം ഇദ്ദേഹം ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ ഈ സംവിധായകനെ കേരളത്തിലുള്ള ആളുകളും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളും കൂടുതലായിട്ട് അറിഞ്ഞത് ഈ മൊണാലിസ ബോസ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി മുഖാന്തരമാണ്. ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെ ഈ വലിയ ആരോപണം പുറത്തു വന്നത്. ഈ ആരോപണം പുറത്ത് വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു. അതായത് എനിക്ക് जो कि अब लगभग कंप्लीट हो चुकी है। अप्रैल महीने में फिल्म रिलीज होने वाली थी। फिल्म लव जिहाद पर आधारित थी। ये पूरी देश दुनिया को बता चुका हूँ। और इसी बीच ഇവിടെ മോണോലിസയുടെ നിസ്സഹായാവസ്ഥ എടുത്തു പറയേണ്ടതാണ്. സിനിമയിൽ അഭിനയിക്കാൻ വന്ന തന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ ആദ്യത്തെ സിനിമയല്ലേ എന്ന് കരുതി റേപ്പിന് വിട്ടുകൊടുക്കണോ എന്ന അവളുടെ ചോദ്യം സിനിമാ ലോകത്തെ പല പെൺകുട്ടികളും നേരിടുന്ന ചൂഷണങ്ങളുടെ നേർചിത്രമാണ്. ഇനി സനോജിൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഡൽഹി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വെറും ഒരു പീഡന കേസിലല്ല, മറിച്ച് ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും 3 തവണ അബോർഷൻ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതിക്രൂരമായിട്ടുള്ള കുറ്റത്തിന് തന്നെയാണ്. പിന്നെ പ്രായത്തിൻ്റെ തർക്കം അവിടെ കിടക്കുന്നു. മോണോലിസയ്ക്ക് 18 വയസ്സ് തികഞ്ഞില്ലെന്ന് രേഖകൾ പറയുമ്പോഴേക്കും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് നിയമപരമായിട്ട് അതീവ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ മോണോലിസ ഭോസ്ലെ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഇത് വെറും ഒരു പ്രണയത്തിൻ്റെയോ അല്ല ഒളിച്ചോട്ടത്തിൻ്റെയോ കഥയല്ല, മറിച്ച് ചതിയുടെയും ചൂഷണത്തിൻ്റെയും വലിയൊരു കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പെൺകുട്ടി നടത്തിയ പോരാട്ടമാണിത്. നമ്മൾ കാണുന്ന ചലച്ചിത്ര ലോകത്തിൻ്റെ വെള്ളി വെളിച്ചത്തിന് പിന്നിൽ സനോജ് മിശ്രയെ പോലെ വേട്ടക്കാർ ഒളിഞ്ഞിരിപ്പുണ്ട്. ദാരിദ്ര്യത്തിൽ കഴിയുന്ന സിനിമ എന്ന സ്വപ്നവുമായിട്ട് വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ ഇവർ എങ്ങനെയാണ് ട്രാപ്പിലാക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. മാതാപിതാക്കൾ പോലും ആദ്യത്തെ സിനിമയിലെ ഒന്ന് സഹിച്ചേക്കെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ എത്ര വലുതായിരിക്കും. അവൾ ഫർമാൻ ഖാനോടൊപ്പം കേരളത്തിലേക്ക് വന്നതിനെ നമ്മൾ ലവ് ജിഹാദ് എന്നും നിയമവിരുദ്ധവും ആണ് എന്നും ഒക്കെ വിളിക്കുന്നുണ്ടാകാം. പക്ഷേ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് ഒരു പിടിവള്ളി കിട്ടിയാൽ അത് പിടിച്ചു കയറാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമല്ലേ? സനോജ് മിശ്രയുടെ പീഡനങ്ങളിൽ നിന്നും അയാളുടെ ക്രൂരമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി മോണോലിസ കണ്ട ഏക പരിഹാരമായിരുന്നു ഇത് എന്ന് വേണം കരുതുവാനായിട്ട്. സനോജ് മിശ്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ലവ് ജിഹാദ് ആരോപണം ഉയർത്തുന്നത് തൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ മറച്ചു പിടിക്കുവാനും ജനശ്രദ്ധ തിരിക്കാനുമുള്ള ഒരു അടവായിട്ട് മാത്രമേ കാണുവാൻ കഴിയൂ. സിനിമ എന്ന സ്വപ്നം കാട്ടി ഇനിയും എത്ര പെൺകുട്ടികൾ ഇനി ഇതുപോലെ വേട്ടയാടപ്പെടും? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മോണോലിസയുടെ തെറ്റുകളെക്കുറിച്ചിട്ടല്ല, മറിച്ച് അവളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ച സാഹചര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയം നിങ്ങൾ എന്ത് വികാരമാണ് ഉണ്ടാക്കുന്നത്? ഇതിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇവൾ ചെയ്തത് ശരിയാണോ അതോ സാഹചര്യങ്ങൾ കൊണ്ട് നിർബന്ധിതയായതാണോ? താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഇതുപോലെയുള്ള സനോജ് മിശ്രമാരെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ സഹോദരിമാർക്ക് ഇത് ഉപകരിച്ചേക്കാം. അതുപോലെ ഇനിയും ഇതുപോലത്തെ പ്രധാനപ്പെട്ട വീഡിയോസ് കാണുവാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഹൈപ്പും ലൈക്കും കൂടി കൊടുക്കുവാനായിട്ട് മറന്നേക്കരുത്. വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.